ഹലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മണി പ്ലാന്റിൽ പൂ പിടിക്കുന്നതിനെക്കുറിച്ച്? അപ്പോൾ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു മണി പ്ലാന്റിൽ പൂ പിടിക്കുന്നോ അതിന് ഭയങ്കര മണമായിരിക്കുന്നോ ഒന്നും. പക്ഷേ എൻ്റെ വീട്ടിൽ തന്നെ മണി പ്ലാന്റിന് പൂ പിടിച്ചു ഗൈസ്. ഇതാ നോക്കിയേ, ഇത് ഇപ്പം നമുക്ക് പൂ വിരിഞ്ഞ് കാണാൻ പറ്റില്ല. ഇത് അപ്പം ഇതാണ് മണി പ്ലാന്റ് അല്ലെങ്കിൽ മണി ബാമ്പൂ, അങ്ങനെ എന്തൊക്കെയോ ഒരു പേര് പലതും പലതാണല്ലോ പറയാറ്. അത് മണി പ്ലാന്റ് എന്ന് പറയുന്നുണ്ട്, ഇതിന് ഞാൻ മണി പ്ലാന്റ് എന്ന് തന്നെ പറയാം. പക്ഷെ നല്ല രസമായിട്ട് രാത്രിയിലത്തെ ഒരു വീഡിയോ കൂടി ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ. അപ്പം ഇതാണ് കേട്ടോ ലക്കി ബാമ്പു നട്ടോ. ഞാൻ ഇത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ പേര് പെട്ടെന്ന് ഓർത്തത്. ഞാൻ അതിനകത്ത് മണി പ്ലാന്റ് എന്ന് പറയുന്നത് രണ്ടും പറയും, ഞാൻ കൂടുതൽ മണി പ്ലാന്റ് തന്നെ പറയുന്നത്. അപ്പം ഇതാണ് കേട്ടോ ചെടി. അത്യാവശ്യം നല്ല നീളത്തിൽ ഇത് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായിരിക്കുന്നു, 1 ഇയറൊക്കെ കാണുമായിരിക്കണം. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കുറേ നാളായി നിൽക്കുന്ന പ്ലാന്റ് ആയത്. അപ്പം ഇപ്പോഴേ അതിനകത്ത് പൂ വിരിയുന്ന കാണുന്നത്. എനിക്കറിയത്തില്ല അതിനകത്ത് ഇങ്ങനെ പൂ വിരിയുന്നൊന്നും. അപ്പോൾ ഇങ്ങനെ 2 ദിവസം മുമ്പ് ഇങ്ങനെ അപ്പം പറഞ്ഞു വെളിയിൽ ഭയങ്കര മണമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് 1 ഇയറൊന്നും അല്ലാട്ടോ, ഇത് എനിക്കൊന്നും 4-5 വർഷമായിട്ട് ഞാൻ നിൽക്കുക. അതിനകത്ത് പണ്ടോട്ട് പിച്ചി പടർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചെടിക്ക് കൂടെ തന്നെ പിച്ചി വളർന്നു. പിച്ചിക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, ഇങ്ങനെ വാടിപ്പോകുന്നത്. കമ്പി ഇങ്ങനെ ഉണങ്ങി നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് കിളിക്കും. പിന്നെ ഇത് രാത്രിയിലാട്ടോ വിരിയുന്നത്. ആ വിരിയുന്നതിൻ്റെ ഞാൻ വേറെ വീഡിയോ ചെയ്ത് കാണിക്കാം. കാരണം ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ നൈറ്റ് അതിൻ്റെ പൂ വിരിയുന്നതും എടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.